ഞാൻ എത്തി നിൽക്കുന്നത് കണ്ണൂർ തന്നെയാണ്. ഒരിക്കൽ നമ്മൾ പാസ്ത, ഒരു വെരി സ്പെഷ്യൽ ആയിട്ടുള്ള പാസ്ത ഐറ്റം ചെയ്ത് നമ്മൾ ഞെട്ടിച്ച സവ്യയുടെ വീട്ടിൽ തന്നെയാണ്. ഹലോ സവ്യ, ഇന്ന് എന്ത് ഐറ്റമാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? ഒരു കേക്കാണ്, മിൽക്ക് കേക്കാണ് ഉണ്ടാക്കാൻ. ഓക്കെ, ഒരു വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. മിൽക്ക് കേക്കാണ് നമുക്ക് വേണ്ടി സവ്യ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് നേരിട്ട് തന്നെ കിടക്കാമല്ലേ? എന്താണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്? കേക്ക് ഉണ്ടാക്കാനായിട്ട് 2 മുട്ട വേണം. 2 മുട്ട വേണം. ഇത് മൈദയാണ്, മൈദപ്പൊടി. ക്വാണ്ടിറ്റി എങ്ങനെയാണ്? 1/2 കപ്പ് മൈദയാണ്. നമ്മൾ എങ്ങനെയുള്ള ഒരു കേക്ക്, എത്ര ക്വാണ്ടിറ്റി ഉള്ള കേക്കാണ്? അതിന്റെ സോസ് എല്ലാം കൂടി ഒരു 1/2 kg വരുന്ന 1/2 kg ഒരു കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് ആണ് നമ്മൾ പറയുന്നത്. ശരി, ഇത് 1/2 കപ്പ് മൈദയുണ്ട്. 1/2 കപ്പ് മൈദ, അതിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, 2 പിഞ്ച് ബേക്കിംഗ് സോഡയും, 1 നുള്ളു ഉപ്പും. ഓക്കെ, പിന്നെ വേണ്ടത് പൊടിച്ച പഞ്ചസാര, പിന്നെ ഓയിൽ, പാല്. പിന്നെ വേണ്ട എസൻസ് ആയിട്ട് വാനില എസൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അത്രയും സാധനങ്ങളാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ റെഡിയാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. റെഡി? ആദ്യം തന്നെ മുട്ട പൊട്ടിച്ചു. ഇവിടെ എങ്ങനെ ഓർഡർ ഒക്കെ ഉണ്ട്? നമ്മുടെ ബേക്കിംഗ് അത്യാവശ്യം മാസത്തിലൊരു 4-5 ഓർഡർ കിട്ടും. ഓർഡർ ഉണ്ടല്ലേ? എല്ലാ ടൈപ്പ് കേക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? ഇപ്പം എല്ലാം ചെയ്യുന്നുണ്ട്. ഒരുപാട് ദൂരെ നിന്ന് ഓർഡർ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത്? ഇല്ല, ചുറ്റുവട്ടത്തെ ഓർഡർ മാത്രമേ എടുക്കുന്നുള്ളൂ. ഹോം ഡെലിവറി ഉണ്ടോ, അല്ലെങ്കിൽ ഇവിടെ വന്ന് കളക്ട് ചെയ്യില്ല? ഇവിടെ വന്ന് കളക്ട് ചെയ്യലാണ്. അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ചു. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? വാനില എസൻസ് നമ്മൾ ചേർക്കുവാണ്. ഒരു 1/2 സ്പൂൺ മതി ഏകദേശം. ഓക്കെ, പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. ഓക്കെ, ഇത് ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ഇതിൽ കുറച്ചായിട്ട് പഞ്ചസാര ഇടും. മുട്ട നല്ലോണം പൊന്തി വരുമ്പോഴത്തേക്ക് കുറച്ചായിട്ട് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തത് എന്താണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്? ഇനി ഇതിൻ്റെ ബീറ്ററിന്റെ ആവശ്യമില്ല, നമുക്ക് ഇത് വെച്ച് ചെയ്യാം. ഓക്കെ, ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെക്കാം. ഓക്കെ, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മൈദയുടെ മിക്സ്ചർ നമ്മൾ ആഡ് ചെയ്യുവാണ്. ഇതിലേക്ക് കുറച്ച് പാൽ കൂടി ആഡ് ചെയ്യാം. കുറച്ച് പാൽ ആഡ് ചെയ്യുന്നു. 2 ടേബിൾ സ്പൂൺ പാലാണ് എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പാലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി ബാക്കി വന്നിട്ടുള്ള മൈദയും കൂടി മിക്സ് ചെയ്യാം. ബാക്കിയുള്ള മൈദ കൂടെ നമ്മൾ ഇതിലേക്ക് മുഴുവനായിട്ട് ചേർക്കാം. ഓക്കെ, പാലുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ബേക്ക് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു മിക്സ് ചെയ്യുന്ന ഒരു രീതിയാണല്ലോ ടേസ്റ്റിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ മിക്സ് ചെയ്യുന്ന ഒരു ഹാർഡ് വർക്കാന്ന് തോന്നുന്നു. ഇത് മുട്ട പൊങ്ങി വന്നത് താഴ്ന്നു പോകാൻ പാടില്ല. ഓക്കെ, മിക്സ് ചെയ്യുമ്പോൾ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ട താഴ്ന്നു പോകും. അപ്പം കേക്ക് നമ്മൾ വിചാരിച്ച പോലെ കിട്ടും. ഇനി ഇതൊരു ബേക്കിംഗ് ട്രേയിൽ മാറ്റിയിട്ട് 20 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റുകയാണ്. ബട്ടർ പേപ്പർ ഒക്കെ വെച്ച് ഇത് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിലേക്കല്ലേ ആക്ച്വലി പാത്രത്തിന്റെ ഒരു 1/4 ഭാഗം മാത്രമേ ഇത് വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും കറക്റ്റ് ഫില്ലായിട്ട് വരുമായിരിക്കും. അതെ, ഇനി ഇത് ഓവനിൽ വെച്ചിട്ട് 20 മിനിറ്റ് ബേക്ക് ചെയ്യും. ഓക്കെ,
അപ്പോൾ നമ്മളിത് ഓവനിൽ വെച്ച് 20 മിനിറ്റ് ബേക്ക് ചെയ്യാൻ പോവാണ്. കേക്ക് നമ്മൾ 20 മിനിറ്റത്തേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞു. അപ്പോൾ സവ്യ ആ ഒരു ടൈമിൽ എന്തെങ്കിലും ഇനി നമുക്ക് സ്പെഷ്യൽ ചെയ്യാനുണ്ട്? ഉണ്ടാക്കുന്നത് മിൽക്ക് കേക്ക് ആണ്. ഓക്കെ, നമ്മൾ ഉണ്ടാക്കുന്നത് മിൽക്ക് കേക്ക് ആണ്. അപ്പോൾ ഒരു മിൽക്കിന്റെ സോസ് കൂടി റെഡിയാക്കാം. ഓക്കെ, മിൽക്കിന്റെ ഒരു സോസ് നമ്മൾ റെഡിയാക്കാൻ പോവാണ്. സവ്യ വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ ആണ് ഇനി അടുത്തതായിട്ട്. സവ്യ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു സോസ് കൂടി റെഡിയാക്കണം. മിൽക്ക് കേക്ക് ആയതുകൊണ്ട് മിൽക്കിന്റെ സോസ് ആണ്. ഓക്കെ, അതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് അതിലേക്ക് ആഡ് ചെയ്യുവാണ്. പിന്നെ വരുന്നത് പാലാണ്. പാല് എത്രയാണ്? പാല് 1/2 കപ്പ് തന്നെ പാല് യൂസ് ചെയ്യും. 1/2 കപ്പ് പാല്. ഇത് ഡബിൾ മിൽക്കാണ്, സാധാരണ വാങ്ങുന്ന പാലല്ല. ഓക്കെ. പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം 1/2 കപ്പ് തന്നെ ഫ്രഷ് ക്രീം. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സോസ് റെഡിയാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സവ്യ? മിൽക്ക് മെയ്ഡും പാലും ഫ്രഷ് ക്രീമും കൂടി യൂസ് ചെയ്തിട്ടാണ് സോസ് റെഡിയാക്കുന്നത്. ഈ സോസ് നല്ലോണം തണുത്തതിന് ശേഷമാണ് നമ്മൾ കേക്കിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചൂടാക്കാൻ പോവാണോ? ചൂടാക്കണ്ട, ഇത് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫിനിഷ് ആയി കഴിഞ്ഞു. ഇനി കേക്ക് ബേക്ക് ചെയ്ത ശേഷമാണോ ബാക്കിയുള്ള കാര്യങ്ങൾ? കേക്ക് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം ഈ തണുപ്പിച്ച സോസ് കൂടി ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഒരു 20 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കേക്ക് ബേക്കായി കഴിയുമ്പോൾ എങ്ങനെയാണ് ഇനി ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് കൂടെ നമുക്ക് കാണാം. അപ്പോൾ 20 മിനിറ്റിന്റെ കാത്തിരിപ്പിന് ശേഷം ആ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. സവ്യ എത്തിയിരിക്കുകയാണ്. സവ്യ, ഇതെന്താണ് ഈ കാണുന്നതൊക്കെ? ഇത് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് തന്നുവിട്ടത് ബേക്കിംഗ് ട്രേയിലായിരുന്നു. ഓക്കെ, ബേക്ക് ചെയ്തു. ദെൻ നമ്മൾ ഇതിലേക്ക് മാറ്റി വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് സവ്യ അത് ഗാർണിഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്? ഇനി ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ദെൻ റോസും കൂടി വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അതെന്താണ് മറ്റൊരു ഐറ്റം ഇരിക്കുന്നത്? ഇത് നേരത്തെ തണുക്കാൻ വേണ്ടി വെച്ച സോസാണ്. ക്രീം സോസ് അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്താലോ? അപ്പം സവ്യ, നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ? ഓക്കെ, സോസ് കൂടി ഒഴിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് സോസ് കൂടി ഒഴിച്ചിട്ട് വേണം നോക്കാനായിട്ടല്ലേ. അപ്പോൾ പ്രേക്ഷകരുടെയും സവ്യയുടെ അനുഭവത്തോടു കൂടെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സവ്യ, സോസ് കൂടെ ഇതിലേക്ക് ഒഴിച്ചോളൂ. അപ്പം സോസ് ഒഴിച്ചിരിക്കുകയാണ്. ആൻഡ് ദെൻ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പൊളിച്ചു. അടിപൊളി കേക്കാണ്. വെരി സ്വീറ്റി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എങ്ങനെ ഈ 20 മിനിറ്റ് കൊണ്ട് ഇത്ര നല്ലൊരു കേക്ക് ഉണ്ടാക്കിയേ? ഓൾമോസ്റ്റ് 20 അല്ല, 20 അരമണിക്കൂർ എടുത്തുള്ളൂ മാക്സിമം പോയാൽ. നല്ലൊരു കേക്കാണ് സവ്യ. അപ്പോൾ അടിപൊളി കേക്കാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പ്രേക്ഷകർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെരി ടേസ്റ്റിയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.